പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ വിവിധ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നല്ല ഇടയനായ യേശു, ദൈവകരുണയുടെ ഈശോ, ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോ, അന്ത്യ അത്താഴത്തിലെ ഈശോ, ക്രൂശിതനായിട്ടുള്ള ഈശോ, രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, യേശുവിൻ്റെ തിരുഹൃദയം തുടങ്ങി പലതും. ഇത് നമ്മൾ ധ്യാനിക്കുവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ എന്തായിരിക്കും? എനിക്കിഷ്ടമുള്ള ഒരു ചിത്രം അത് ക്രൂശിതനായിട്ടുള്ള കർത്താവിൻ്റെ ചിത്രമാണ്. കുരിശ് രൂപമാണ് എനിക്ക് ധ്യാനിക്കുവാനായിട്ട് ഇഷ്ടമുള്ളത്. കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മിഷൻ എൻകംപ്ലീഷ്ഡ് ആണ്. അതായത് ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്നാണ്. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ്. എന്തായിരുന്നു ആ ദൈവിക പദ്ധതി? മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഇന്ന് യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയല്ല, ഇത് സന്തോഷത്തിൻ്റെ വെള്ളിയാണ്. ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ട വെള്ളി, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ട വെള്ളി. അങ്ങനെയെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? ഞാൻ പറയും, ഒന്നാമതായിട്ട് നന്ദിയുള്ളവരായിരിക്കുക. നമ്മെ രക്ഷിക്കുവാൻ വന്ന ദൈവത്തിന് നന്ദി പറയുക. രക്ഷ സാധ്യമാക്കിയ ദൈവത്തിന് കൃതജ്ഞത പറയുക എന്നതാണ്. അവിടുന്ന് കുരിശ് മരണത്തിലൂടെ നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുകയായിരുന്നു, നമ്മെ രക്ഷിക്കുകയായിരുന്നു. കുരിശ് മരണത്തോളം ദൈവം ചെറുതായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. പാപമില്ലാത്തവൻ അങ്ങനെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് കുരിശിൽ ബലിയായിട്ട് മാറി. പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കുക എന്നത്. അതിനായിട്ട് പുത്രൻ പരിപൂർണമായിട്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയായിരുന്നു, സ്വന്തം ജീവൻ നൽകിക്കൊണ്ട്. അതാണ് ദൈവത്തിൻ്റെ മിഷൻ അക്കംപ്ലിഷ്മെൻറ്റ്, ദൗത്യം പൂർത്തീകരിക്കൽ. രണ്ടാമതായി, ദൈവം നമുക്കെല്ലാവർക്കും രക്ഷ സാധ്യമാക്കിയതുപോലെ എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുക എന്നത് നമ്മുടെ ദൗത്യം കൂടിയാണ്. അതായത് രക്ഷകരായിട്ട് മാറുക, മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുക എന്നതാണ്. എങ്ങനെയാണ് രക്ഷ നൽകുന്ന വ്യക്തികളായിട്ട് മാറേണ്ടത്? ആരെയും മുറിപ്പെടുത്താതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ആരെയും മുറിപ്പെടുത്തില്ല, എല്ലാവർക്കും സൗഖ്യം നൽകി, സമാശ്വസിപ്പിച്ചു, ജീവൻ നൽകി. ഈശോയുടെ കുരിശു യാത്രയിൽ രക്ഷ നൽകുന്ന അനുഭവം പ്രദാനം ചെയ്ത വ്യക്തിയാണ് വെറോണിക്ക. ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വെറോണിക്ക പടയാളികൾ തന്നെ ഉപദ്രവിക്കുമോ എന്ന ഭയമില്ലാതെ, അവരുടെ ആക്രോശങ്ങൾക്ക് ചെവി കൊടുക്കാതെ, അവരുടെ പരിഹാസം വകവയ്ക്കാതെ, ജനങ്ങൾ എന്ത് പറയുമെന്ന് വിചാരിക്കാതെ ക്രിസ്തുവിൻ്റെ മുഖം തൂവാല കൊണ്ട് തുടച്ചു. യഥാർത്ഥത്തിൽ വളരെ നേരത്തെ വെറോണിക്കായുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞതുകൊണ്ടാണ് ഈ ധീരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. മാത്രമല്ല, അതിൻ്റെ തെളിവാണ് തൂവാലയിൽ ക്രിസ്തുവിൻ്റെ മുഖം പതിഞ്ഞത്. ഈ രംഗം ഇന്നത്തെ സെൽഫ് യുഗത്തിൽ, ഫോട്ടോ മാൻ യുഗത്തിൽ എങ്ങനെയായിരിക്കും? കുറേ ആളുകൾ അത് ക്യാമറയിൽ ലൈവായിട്ട് ചിത്രീകരിക്കുവാൻ മത്സരിക്കും, വൈറലാക്കുവാൻ വേണ്ടി നോക്കും. എത്ര കമൻസ്, ലൈക്ക്, വ്യൂസ്, ഇതിൻ്റെ എല്ലാ എണ്ണമായിരിക്കും എടുക്കുക. തത്വചിന്തകനായിട്ടുള്ള റെനെ ഡെക്കാർട്സ് ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന തത്വശാസ്ത്രം പോലെ ചിലരുടെ ജീവിതങ്ങളിൽ നിന്ന് ഇങ്ങനെയാണ്: ഐ ഇൻസ്റ്റാഗ്രാം ദെർഫോർ ഐ ആം, ഐ വാട്സപ്പ് ദെർഫോർ ഐ ആം എന്നായിരിക്കുന്നു. വെറോണിക്ക ഇവിടെ വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ വേദനകളിലേക്ക് കടന്നു ചെന്ന വ്യക്തിയാണ് വെറോണിക്ക. വെറോണിക്ക തൻ്റെ തൂവാല കൊണ്ട് കർത്താവിനെ ആശ്വസിപ്പിച്ചതുപോലെ നമുക്കും സാധിക്കും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, യാത്ര ചെയ്യുവാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലെ തൂവാലകൾ. നമ്മുടെ കഴിവുകളായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ സമയമായിരിക്കും. ഇതൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് വെറോണിക്ക നൽകുന്ന വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. ഈശോയുടെ കുരിശു യാത്രയിൽ രക്ഷ നൽകുന്ന അനുഭവം പ്രദാനം ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ശിമയോൻ. 4 സുവിശേഷങ്ങൾ 3 കിറുനക്കാരൻ ശിമയോൻ എന്ന് പറയുന്നുണ്ട്. ശിമയോൻ യേശുവിൻ്റെ കുരിശ് വഹിച്ചു വന്നത് ചരിത്ര സംഭവമാണ്. ശിമയോൻ വഹിച്ചുവെന്നും മത്തായി, മർക്കോസും ലൂക്കായും വ്യക്തമായി പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ
ജീവിത കുരിശുകളിൽ ശിമയോനെ പോലെ കുരിശ് വഹിക്കുവാൻ സഹായിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. കുരിശ് നൽകുന്ന വ്യക്തികളായി മാറാതെ കുരിശ് വഹിക്കുവാൻ സഹായിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറേണ്ടിയിരിക്കുന്നു. ഈശോയുടെ കുരിശ് യാത്രയിൽ രക്ഷ നൽകുന്ന അനുഭവം പ്രദാനം ചെയ്ത മറ്റൊരു വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ സാന്നിധ്യം അത് വളരെ വലുതാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഈശോവിൻ്റെ ജനനം മുതൽ പീഡാസഹനം, മരണം, ഉത്ഥാനം, അങ്ങനെ എല്ലാ നിമിഷങ്ങളിലും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയാണ്. മറ്റുള്ള ജീവിതത്തിൽ കൂടെ ആയിരിക്കുവാൻ സാധിക്കുക വലിയൊരു കാര്യമാണ്. അതിനായി നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു മാതൃക അതിനായിട്ട് ഒരുക്കുന്നു. മൂന്നാമതായിട്ട്, രക്ഷ അങ്ങ് അകലെയല്ല, മറിച്ച് അത് വളരെ അടുത്താണെന്നുള്ള ഒരു ബോധ്യത്തിൽ വളരുന്നതാണ്. ആ ഒരു ബോധ്യമാണ് നല്ല കള്ളന് പരിധിച്ച ലഭിക്കുവാനായിട്ട് കാരണമായത്. നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നു, കാൽവരിയിൽ 3 കുരിശുകൾ ഒരേ സമയം ഉയർന്നു. 3ലും അത് ദയനീയമായിട്ടുള്ള മരണം നടന്നു. എന്നാൽ ഒരു കുരിശ് മാത്രമേ രക്ഷാചിഹ്നമായിട്ട് മാറിയുള്ളൂ. കള്ളന്മാരുടെ കുരിശുകൾ മാനവകുലത്തെ പഠിപ്പിക്കുന്നത് എല്ലാ കുരിശുകളും രക്ഷാകരമല്ല. ക്രിസ്തുവുള്ള കുരിശുകൾക്ക് മാത്രമേ വിലയുള്ളൂ. ക്രിസ്തുവുള്ള കുരിശുകൾക്ക് മാത്രമേ നമുക്ക് രക്ഷ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കള്ളന്മാരുടെ കുരിശുകൾ അവരുടെ വേദനയാണ്, അതിലപ്പുറം ഒന്നുമില്ല. സഹനം അതിൽ തന്നെ രക്ഷാകരമല്ല. കർത്താവിൻ്റെ കുരിശോട് നമ്മളെ സഹനങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരാത്ത സഹനമൊന്നും രക്ഷാകരമല്ല. നല്ല കള്ളൻ ക്രിസ്തുവിനോട് ചേർന്ന് നിലകൊണ്ടപ്പോൾ, എന്നെയും ഓർക്കണമേ എന്ന് ഈശോയോട് യാചിച്ചപ്പോൾ, അനുതപിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. നമുക്കും രക്ഷ അങ്ങ് അകലെയില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ, അനുതപിച്ചാൽ രക്ഷ സുനിശ്ചിതമാണ്. അതായത് രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാണ്. ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. അത് സ്വന്തമാക്കുവാൻ നല്ല കള്ളന് സാധിച്ചു, കാരണം അവൻ ഈശോയെ സ്വന്തമാക്കി. ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോയെ സ്വന്തമാക്കുവാനൊക്കെ ആയിട്ടും നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെ ഈ വെള്ളിയിൽ, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ട ഈ വെള്ളിയിൽ, കുരിശുമരണത്തിലൂടെ ഈശോ നമുക്കായി നൽകിയ രക്ഷയെ ഓർത്ത് നന്ദി പറയാം, കൃതജ്ഞതയുള്ള വ്യക്തികളായിട്ട് മാറാം. രണ്ടാമതായിട്ട്, ദൈവം നമുക്ക് എല്ലാവർക്കും രക്ഷ സാധ്യമാക്കിയതുപോലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവർക്കും രക്ഷ നൽകുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. മൂന്നാമതായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷ കരസ്ഥമാക്കുവാൻ വേണ്ടി, ഈശോ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.